SNDPO ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ NSSുമായി ഒരു ഐക്യപ്പെട്ടു പോകുന്ന ഒരു സാമുദായിക ഐക്യം എന്നൊരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിരിക്കുന്നു. UDF കോൺഗ്രസും അതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് ഞങ്ങൾക്ക് എല്ലാവരും ഐക്യപ്പെട്ടു പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആരും തമ്മിൽ വഴക്കുണ്ടാകരുത്, സാമുദായികമായ സ്പർദ്ധ കേരളത്തിലുണ്ടാവരുത്, ഒരു സാമുദായികമായ ഐക്യം വേണം, മതസൗഹാർദ്ദം കേരളത്തിലുണ്ടാകണം. അതിന് ഏത് സ്റ്റെപ്പ് ആരെടുത്താലും ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കും. നല്ല കാര്യമാണ്. പക്ഷെ ഇപ്പൊ നടക്കുന്നത് എന്താണ്? നടക്കുന്നത് വ്യാപകമായ വിദ്വേഷ പ്രചരണമാണ് നടക്കുന്നത്. പണ്ട് സംഘപരിവാറായിരുന്നു അതിന്റെ മുൻപന്തിയിൽ നിന്നിരുന്നത്. മതപരമായ തർക്കങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് ഭിന്നിപ്പിക്കുക, ഭിന്നിപ്പിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അതിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുക. ഇതൊരു സംഘപരിവാർ തന്ത്രമാണ്. അതേ സംഘപരിവാർ തന്ത്രം ഇപ്പൊ CPM കേരളത്തിൽ പയറ്റാണ്. CPM സംഘപരിവാറിന്റെ അതേ വഴിയിൽ കൂടെ പോവുകയാണ്. അപ്പൊ SNDP ജനറൽ സെക്രട്ടറിയോട് കുറിച്ചല്ല ഞാൻ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചത്. ഞാൻ തിരുവനന്തപുരത്ത് പിണറായി വിജയനെതിരായിട്ടാണ്, മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് സംസാരിച്ചത്. മുഖ്യമന്ത്രിക്ക് മതേതരത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരു അവകാശമില്ല. AK ബാലൻ നടത്തിയ പ്രസ്താവന, ആ പ്രസ്താവന മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള സംഘപരിവാർ രീതിയായിരുന്നു. അതിനെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിച്ചു. MV ഗോവിന്ദൻ തള്ളി പറഞ്ഞു അവരുടെ AK ബാലന്റെ പ്രസ്താവനയെ. പക്ഷെ പിണറായി വിജയൻ അതിനെ സംരക്ഷിച്ചു. അതായത് സംഘപരിവാറിന്റെ അതേ വഴിയിലാണ്. ഇപ്പൊ സംഘപരിവാർ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, പറവൂരിൽ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് BJP BDS സ്ഥാനാർത്ഥിയെ നിർത്തരുത്. അതായത് രണ്ടാമത് വരുന്ന LDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കണം, അങ്ങനെ എന്നെ തോൽപ്പിക്കണം. അത് BJPയുടെ ഒരാവശ്യമാണ്.